ഓണത്തിന് അന്യദേശത്തെ പൂപ്പാടങ്ങളിലേക്ക് കണ്ണും നട്ടിരുന്ന കാലത്തിന് ഇനി വിട. നമ്മുടെ ഓണപ്പൂക്കളങ്ങളിലേക്ക് ഇത്തവണ നാടൻ പൂക്കളം എത്തും. ചെണ്ടുമല്ലിയും ജമന്തിയും മല്ലികയും പൂക്കളങ്ങളെ കൂടുതൽ വർണ്ണാഭമാക്കും. കർഷക സംഘം മാഹി വില്ലേജ് കമ്മിറ്റിയുടെ പൂപ്പാടത്തിൽ നിന്നുള്ള വർണ്ണപ്പൂക്കളും ഇത്തവണ ഓണവിപണിയിൽ എത്തുകയാണ്. ഈ ഓണം പൊന്നോണമാക്കാം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. മുണ്ടോക്ക് ക്ഷേത്രത്തിനടുത്ത് ഒരേക്കറിൽ 55 ദിവസം മുൻപാണ് പൂച്ചെടി നട്ടത്. അന്നു മുതൽ ദിവസവും രാവിലെയും വൈകിട്ടും വെള്ളം നനച്ച് പരിപാലിച്ചവരുടെ കണ്ണും മനസ്സും നിറയുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച. പാടത്തു വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി ഗുണ്ടൽപേട്ടിലെത്തിയ അനുഭവമാണ് സമ്മാനിക്കുന്നത്. CT വിജീഷ്, KP നൌഷാദ്, മനോജ് കുമാർ, K രജിൽ എന്നിവരാണ് ഈ ആശയത്തിനു പിറകിൽ. കൃഷിവകുപ്പ് ജോയിന്റ് ഡയറക്ടറായി വിരമിച്ച KP ജയരാജന്റെ നിർദ്ദേശങ്ങൾ കൂടിയായതോടെ കൃഷി വിജയം കണ്ടു. മാഹി ടൗണിലും കൃഷിയോ എന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരമാണ് കർഷക സംഘം നൽകുന്നത്. അതിരാവിലെ തന്നെ കമ്മിറ്റി അംഗങ്ങൾ രാവിലത്തെ പരിപാലനത്തിന് ഒരു നിശ്ചയിച്ച ആളുകളാണ് വന്ന് നനക്കലും അതുപോലെ തന്നെ കളപറിക്കലും അതുപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. വൈകുന്നേരം വേറെ ഒരു ടീം തന്നെ കർഷക സംഘത്തിൻ്റെ വില്ലേജ് കമ്മിറ്റി മെമ്പർമാരാണ് ഇതൊക്കെ ചെയ്തത്. ഇതിനാവശ്യമായ മറ്റുള്ള കാര്യങ്ങൾ സെക്രട്ടറിയും അതുപോലെ തന്നെ രജിലും ആണ് എല്ലാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഓണക്കാലത്ത് പൂത്തലം ക്ഷേത്രത്തിന് സമീപത്തെ 17 സെന്റിലെ പൂക്കൃഷിയിലെ വിജയമാണ് പ്രചോദനമായത്. പ്രവാസിയായ മാഹി സ്വദേശി ജിനോസ് ബഷീറാണ് കൃഷിക്ക് സ്ഥലം വിട്ടു നൽകിയത്. പൂക്കൃഷിയിൽ മാത്രം ഒതുങ്ങുന്നില്ല കർഷക സംഘത്തിന്റെ പ്രവർത്തനം. വ്യത്യസ്തമായ കൃഷികളിലൂടെ കാർഷിക മേഖലയിൽ നിശബ്ദ വിപ്ലവം സൃഷ്ടിക്കുകയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ. കാർഷിക രംഗത്ത് മാഹിയെ മാതൃകയാക്കാനാണ് കർഷക സംഘം നിർദ്ദേശിക്കുന്നതെന്ന് ഏരിയ സെക്രട്ടറി കാരായി ചന്ദ്രശേഖരൻ പറഞ്ഞു. വ്യാപകമായ രീതിയിൽ കൃഷി ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മാഹിയിൽ കൃഷി ആരംഭിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തത്. പക്ഷേ അത്ഭുതപൂർവമായ പ്രവർത്തനമാണ് മാഹി വില്ലേജ് കമ്മിറ്റി നടപ്പാക്കിയിട്ടുള്ളത്. ഇന്ന് ഞങ്ങളെ എല്ലാ കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ല പല ഭാഗങ്ങളിലും മാഹിയിലെ കർഷക സംഘം പ്രവർത്തകന്മാരുടെ പ്രവർത്തന മികവ് മാതൃകയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. കാരണം മാഹിയെപ്പറ്റി നമ്മുടെ മുമ്പിലുള്ള പല കഥകളാണ്. നേരത്തെ മാഹി ഏറ്റവും കൂടുതൽ പ്രശസ്തരായത് എമ്മൂന്നനാണ് ഗതാഗതത്തിൽ. പിന്നീട് മാഹിയിലെ മദ്യമാണ്. അതുകൊണ്ട് മാഹിയെപ്പറ്റി നമുക്ക് രണ്ട് കാഴ്ചപ്പാടും അത് മാറി കാർഷിക രംഗത്ത് പൊന്നു വിളയിക്കാൻ കഴിയുമെന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാഹിയിലെ കർഷക സംഘം പ്രവർത്തകന്മാരെ നിരന്തരം അനുമോദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എല്ലാ ഭാവങ്ങളും നേരെയാണ്. അവർ ഈ കൃഷി ഇനിയും കുറച്ചും കൂടി മെച്ചപ്പെട്ട മാതൃകാപരമാക്കുന്നതിന് വേണ്ടി സാധ്യമാണെന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ FPO ആരംഭിക്കാൻ വേണ്ടി ഒരു ആലോചന നടക്കുന്നുണ്ട്. അത് ഫാം കൃഷിയിലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി നടക്കട്ടെ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. വിപണിയിൽ മാഹി ചില്ലീസും വറ്റൽമുളക് കൃഷിയിലും മാഹി വിജയം കൊയ്തു. വറ്റൽമുളക് പൊടിച്ച് മാഹി ചില്ലീസ് എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത് വിപണിയിലെത്തിച്ചും ഇവർ കയ്യടി നേടിയിട്ടുണ്ട്. കേബേജ്, കോളിഫ്ലവർ, വെള്ളരി, തണ്ണിമത്തൻ കൃഷികളിലും മികച്ച വിളവെടുത്തു. വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി 2ാം വർഷമാണ് ചെണ്ടുമല്ലി കൃഷി നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം 17 സെൻറ്റ് സ്ഥലത്ത് വെച്ചിട്ടാണ് ഉത്തരം ക്ഷേത്രത്തിൻ്റെ അടുത്ത് നമ്മൾ ഒരു കളറിലുള്ള ചെണ്ടുമല്ലിയാണ് കൃഷി ചെയ്തത്. പക്ഷേ ഈ പ്രാവശ്യം അതിൽ നിന്ന് മാറി ഏകദേശം ചെണ്ടുമല്ലിയും വാടാമല്ലിയും ജമന്തിയും ഉൾപ്പെടെ 5ഓ 6ഓ കളറുകൾ നമ്മളൊരു 65 സെൻറ്റ് സ്ഥലത്ത് 3500ഓളം തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കൃഷിയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഇന്നേക്ക് ഏകദേശം 55 ദിവസത്തിനടുത്ത് അടുക്കിയാണ് തൈ വെച്ചത്. പൂക്കളെല്ലാം ഒട്ടുമിക്കതും പൂത്ത് ഏകദേശം പറിക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കും. നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കഴിഞ്ഞ ഓണക്കാലം തൊട്ട് ഈ ഒരു ഓണക്കാലത്തേക്ക് വരുമ്പോൾ പൂക്കൃഷി മാത്രമല്ല വറ്റൽമുളക് കൃഷി നടത്തി അത് ഉണക്കി പൊടിച്ച് മാഹി ചില്ലീസ് എന്ന രീതിയിൽ മാഹിക്കകത്ത് വിപണനം ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. തരിശുഭൂമി പൂർണ്ണമായും കൃഷിയോഗ്യമാക്കുക എന്ന ദൗത്യമാണ് കർഷക സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. ടൈംസ് ന്യൂസ് മാഹി.
ഈ ഓണം പൊന്നോണമാക്കാം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 years.